സുഖമാണ്. സ്റ്റീഫൻ ഡേഫിയുടെ ഇൻഡോറിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തിന് ലാലേട്ടൻ എത്തിയത്. എനിക്കൊന്ന് രാവിലെ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞതാണ്. നിലവിളക്ക് കൊടുത്തി ലാലേട്ടൻ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ ദൃശ്യമാധ്യമങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. ലാലേട്ടൻ എവിടെ പോയാലും അവിടെ ജനക്കൂട്ടമാണ്. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അവിടെയാണ്, ലാലേട്ടൻ എവിടെയാണ് നിൽക്കുന്നത് അവിടെയാണ് ക്യാമറമാന്മാരും ജനക്കൂട്ടവും അല്ലേ. അത് കൃത്യമായിട്ട് കാണിക്കുന്ന കാര്യം തന്നെയാണ്. ലാലേട്ടൻ ഇൻഡോർ ഇൻഡോർ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വരുന്നത് 7 ഏക്കറോളം ഉണ്ട് എന്നുള്ളത്. അവിടെ വെച്ച് ലാലേട്ടൻ പാടിയ ആ പിയാനോയിൽ ലാലേട്ടൻ പാടിയ പാട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകളും പെട്ടെന്ന് വൈറലായി മാറുകയും ചെയ്തു. കാരണം ഒരുമാതിരി മാസ്മരികമായ ലോകത്ത് ലാലേട്ടൻ അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ സംഗീതം പോലെ ഒരു മായാലോകത്ത് ലാലേട്ടൻ അഭിനയത്തിൻ്റെ കാര്യത്തിലെത്തിക്കുന്നു. ലാലേട്ടൻ പാട്ട് പാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, സംവിധാനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ലാലേട്ടൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സ്റ്റേജിലേക്ക് ലാലേട്ടൻ കയറി കഴിഞ്ഞാൽ ഒരു കരിഷ്മ പോലെ ലാലേട്ടൻ ആ സ്റ്റേജ് കീഴടക്കം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ട് ലാലേട്ടന് ജനക്കൂട്ടത്തേക്ക് കാണുമ്പോൾ പേടിയാണെന്ന് പലരും പറയുന്നത് കേട്ടു. ജനക്കൂട്ടത്തേക്ക് ഭയങ്കര പേടിയാണ്, ഈ ആൾക്കാരുമായിട്ട് ഇടപെടാൻ വലിയ മടിയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ലാലേട്ടൻ വല്ലാത്ത ജോളിയായിട്ടാണ് ഇടപെടുന്നത് അല്ലേ. അപ്പം ആ ലാലേട്ടൻ പിയാനയും കൂടെ വായിച്ചു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. നമ്മൾ ഒരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല ലാലേട്ടൻ ഇത്ര നന്നായി പിയാനോ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്റ്റീഫൻ ഡേഫിയുടെ ആ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റീഫൻ ഡേഫി തന്നെയാണ് പറയുന്നത്, നാടൻ മുറിച്ച് ഉദ്ഘാടനം അങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. 7 ഏക്കർ എങ്ങാണ്ടും വരുന്ന സ്റ്റുഡിയോ ആണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഈ പ്രാവശ്യം ലാലേട്ടൻ ചെയ്യാൻ പോകുന്നത് പിയാനോ വായിച്ചാണ് ഉദ്ഘാടനം. അത് ഇന്നലെ ലാലേട്ടനോട് പറഞ്ഞപ്പം വേണോ എന്നൊക്കെ ചോദിച്ചെങ്കിലും ഏതാണ് വായിക്കുന്നത് എന്നാണ്, ഏത് പാട്ടാണ് വായിക്കേണ്ടതെന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. അപ്പോൾ അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിട്ട് ലാലേട്ടൻ വായിക്കാം എന്ന്, ലാലേട്ടന് പിയാനോ വായിക്കാൻ അറിയാമെന്ന് സ്റ്റീഫന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമുക്കറിയില്ലായിരുന്നു. നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു പ്രകടനം തന്നെയാണ് ലാലേട്ടൻ നടത്തിയത്. നമുക്ക് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവാം. ലാലേട്ടൻ പിയാനോ വായിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു ഗംഭീരമായ നടനാണ്. പക്ഷെ അതിനേക്കാട്ടിലപ്പുറം ലാലേട്ടൻ ഒരു റിയൽ ലൈഫ് പേഴ്സണാണ്. എന്ത് പറഞ്ഞാലും ഒരു നോ പറയാൻ എന്തൊരു ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് ലാലേട്ടൻ എനിക്ക് നോ പറയാൻ എനിക്കൊരു അവസരം തന്നില്ല. ഞാൻ വളരെ കെയർഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ രാവിലെ പുലർച്ചെ ഞാൻ ചോദിച്ചു, ലാലേട്ട ഇങ്ങനൊരു പരിപാടി ഒന്നും വേണ്ടിയിട്ടില്ല അതിന്. ഇപ്പോൾ എന്നെ ഫോൺ ചെയ്തപ്പോൾ ചോദിച്ചു ഞാൻ എന്താ വായിക്കേണ്ടതെന്ന് അറിയാത്ത ആളാണ് ഇപ്പോൾ പിയാനോ വായിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ കോൺഫിഡൻസ് ഓഫ് ദ ഗ്രേറ്റ് ലെജൻഡ്. അപ്പോൾ ലാലേട്ടൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള റഹ്മാൻ സാർ കമ്പോസ് ചെയ്തിട്ടുള്ള നറുമുഖേ എന്നുള്ളൊരു പാട്ടുണ്ട്. അത് പാട്ട് ലാലേട്ടനും ഞാനും ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഫ്രാൻസിസ് ഏട്ടനോട് വായിക്കാൻ പോകുന്നത്. ഇത് വായിച്ച് ലാലേട്ടൻ വായിച്ചിട്ടാണ് ഈ ഹോള് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ റെഡിയാണോ? അവിടെ ക്യാമറ ടീം ഒന്ന് സഹകരിക്കണം. ക്യാമറ ടീം ഒന്ന് പിന്നോട്ട് മാറിയിരിക്കണം. മൈക്ക് റെഡിയാണോ?
അങ്ങനെ ഒരു രക്ഷയില്ല അല്ലേ, അടിപൊളി ഇതായത്. അങ്ങനെ നമ്മളെ ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുക. അഭിനയത്തിന്റെ കാര്യത്തിലിരിക്കുന്നു. പാട്ട് പാടുന്ന അപൂർവ നായകന്മാരിൽ ഒരാളാണ്. അതും ഒത്തിരി പാട്ടുകൾ. ലാലേട്ടൻ്റെ സംഗീതം നമ്മൾ കേൾക്കുമ്പം ഭയങ്കര ഗായകനല്ല, എന്നാലും ആരും തെറ്റില്ലാതെ. എനിക്കൊന്ന് ലാലേട്ടൻ്റെ ചിത്രങ്ങളിൽ ഗാനങ്ങളെല്ലാം തന്നെ ലാലേട്ടൻ പാടി അഭിനയിക്കുന്നത് പോലെ തന്നെ ലാലേട്ടൻ സ്വന്തമായിട്ട് പാടുന്ന ഗാനങ്ങളും സൂപ്പർ ഹിറ്റ് ആകുന്നു. അത് ഭയങ്കര സംഗീതജ്ഞനായിട്ടല്ല, ലാലേട്ടനെ എന്തോ നമുക്കിഷ്ടമാണ് ഏത് കാര്യത്തിലും അല്ലേ. ലാലേട്ടൻ പറയുന്നത് എന്തോ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ അല്ലേ, അത് തന്നെയാണ് അവസ്ഥ. അപ്പം ലാലേട്ടൻ ഇതിനകത്തും ഞെട്ടിച്ചല്ലേ. എനിക്കൊരു ഞെട്ടൽ തന്നെ സംഭവിച്ചു. കാരണം എനിക്ക് തോന്നുന്നു നമുക്കറിയാൻ വയ്യാത്ത എത്രയോ കഴിവുകൾ ലാലേട്ടൻ എന്ന് പറയുന്ന നടനിൽ ചുറ്റിപ്പറ്റി തന്നെയുണ്ട്. അത് സ്റ്റീഫൻ ദേവസി പറയുന്നുണ്ട്. ഇപ്പം സംഗീതത്തിലാണ് നമ്മൾ പ്രാവീണ്യം കണ്ടത്. ചിത്രം നന്നായി വരയ്ക്കും. ലാലേട്ടൻ്റെ കയ്യക്ഷ ഒരു രക്ഷയില്ലടേ. ഈ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൻ്റെ തന്നെ ഇത് ചെയ്തത് ലാലേട്ടനാണെന്ന് പറയുന്നു, ഹൃദയപൂർവ്വം എന്ന് എഴുതിയത്. അതുപോലെ ലാലേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒരു രക്ഷയില്ല. അപ്പം ചിത്രം നന്നായി വരയ്ക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ പാട്ടിലെ ഒരു കഴിവുണ്ട്. അഭിനയത്തിൽ ആർക്കും മേലെ, ഇതുക്കും മേലെ വേറെ ആരും ഇല്ല എന്ന ലെവലിലാണ് ലാലേട്ടൻ്റെ അഭിനയം. ഇപ്പം നേട്ട സംഗീതത്തിലും ഒരു രക്ഷയില്ല ലാലേട്ടാ, നിങ്ങളെ നമിച്ചിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്തും വരെ ഓക്കെ ബൈ.